കാട്ടാക്കട തൂങ്ങാമ്പാറ ചെട്ടിക്കോണത്ത് കക്കൂസ് മാലിന്യം തോട്ടിലൊഴുക്കി. സമീപത്ത് റബ്ബർ ടാപ്പിങ്ങിന് എത്തിയയാൾ ശബ്ദം കേട്ട് നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. വാർഡ് മെമ്പർ ശാലിനിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഇവിടേക്ക് ഓടിയെത്തി. ഇതിനിടെ വാഹനം കുഴിയിൽ വീണു. വണ്ടിയിലുണ്ടായിരുന്ന 3 പേരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. 6 മാസത്തിനു മുമ്പും സമാനമായ രീതിയിൽ ഒരു സംഭവം ഈ പ്രദേശത്തുണ്ടായിരുന്നു. കൊമ്പാടിക്കൽ അംഗൻവാടിക്ക് സമീപമാണ് നിലവിൽ കക്കൂസ് മാലിന്യം ഒഴുക്കിയത്. ഇവിടെ സംഭവിച്ചത് കക്കൂസ് മാലിന്യം കുറേ മാസങ്ങൾ കൊണ്ട് ആഴ്ചയിൽ 2 ദിവസം എന്ന രീതിയിൽ എൻ്റെ വാർഡിൽ ഈ ചെട്ടിക്കുളം പരിസരത്ത് അംഗൻവാടിയുടെ ഫ്രണ്ടിലായിട്ട് തോട്ടിൽ കൊണ്ടുവന്ന് ഒഴുക്കുകയാണ്. അപ്പോൾ നിരവധി തവണ ഇവർ കാണുകയും വണ്ടി പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് അവർ ഒളിച്ചിരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും കിട്ടിയില്ല. പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും അവർ പരാതിപ്പെട്ടു. അപ്പോൾ വണ്ടി പിടിച്ചാൽ മാത്രമേ അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് അറിയിക്കുകയുണ്ടായി. ഇന്ന് 2:30 ആയപ്പോൾ ഇതുപോലെ വണ്ടി വന്ന് മാലിന്യം ഒഴുക്കുകയായിരുന്നു. അപ്പം അടുത്തുള്ള ഒരാൾ റബ്ബർ തോട്ടത്തിൽ മരം വെട്ടുകയായിരുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ റേസിംഗ് സൗണ്ട് കേട്ടുകൊണ്ട് എത്തിയപ്പോൾ വണ്ടിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കുഴിയിലായിപ്പോയി. അതുകൊണ്ട് വണ്ടി പിടിക്കുകയും ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും ഓടിയെത്തുകയും ചെയ്തു. അപ്പോൾ കക്കൂസ് മാലിന്യം തോട്ടിലൊഴുക്കുകയായിരുന്നു. അപ്പോൾ ആ 3 പേരുണ്ടായിരുന്നു. 3 പേരും ഇറങ്ങി ഓടി. തൊട്ടടുത്ത് അംഗൻവാടിയാണ്. രാവിലെ ആകുമ്പോൾ സ്മെല്ലാണ്. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത വിധം ആയിരുന്നു. അങ്ങനെ നിരവധി പ്രാവശ്യം ഇവർ ഇതിൻ്റെ പുറകിലാണ്, ഈ വണ്ടി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പുറകിലാണ്. അപ്പോൾ വണ്ടി എന്തായാലും പിടിച്ചിട്ടുണ്ട്. ഇതിന് ഒരു പോംവഴി, കാരണം ഇവിടെ നിന്നല്ല ഇനി ഒരിടത്തും ഇങ്ങനെ മാലിന്യം കൊണ്ടൊഴുക്കാൻ പാടില്ല. ഈ വണ്ടി ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പേ കാട്ടാക്കട ദേവി ഓഡിറ്റോറിയത്തിന് മുന്നിലും കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും സ്റ്റേഷനിൽ പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി നമ്പർ വെച്ച് ഒരു പരാതി അവിടെ ഉണ്ട്. അപ്പോഴും പറഞ്ഞ് ഈ ഡ്രൈവറെ, ഈ വണ്ടി നമ്പറിലെ ഡ്രൈവറെ വിളിക്കുകയും എന്നാൽ അവർ സ്റ്റേഷനിൽ എത്തിയിട്ടും ഉണ്ടായിരുന്നില്ല. 2 വർഷമായിട്ട് നാട്ടുകാർ മൊത്തം ഈ വേസ്റ്റ് മാലിന്യം അടിക്കുന്നതിൻ്റെ ഇതിനെതിരെ നമ്മൾ പഞ്ചായത്തിൽ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ പഞ്ചായത്തുകാർക്ക് ഇത് വണ്ടി പിടിച്ചിടാൻ അധികാരമില്ല, നിങ്ങൾ പിടിച്ചിട്ടിട്ട് വിളിക്കുകയാണെങ്കിൽ അവർ വന്ന് എന്താണെന്ന് ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. കാട്ടാക്കട സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ കാട്ടാക്കട സ്റ്റേഷനിൽ പറഞ്ഞത് അവർക്ക് ഈ ബാത്റൂം മാലിന്യം ഇങ്ങനെ അടിക്കുന്നതിലോടൊന്നും കേസെടുക്കാൻ പറ്റില്ല, പഞ്ചായത്തിനോടാണ് അത് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് CMO പെറ്റീഷൻ ഇട്ടിട്ടും നിലവിൽ നമുക്കിവിടെ ഒരു സ്ഥിരം അവർ ബാത്റൂം മാലിന്യം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാലിന്യം മൊത്തം അടിച്ചു തീർന്നിട്ട് വണ്ടി ഫ്രണ്ട് എടുത്തപ്പോഴത്തേക്കും ഈ വാട്ടർ ടാങ്കിൻ്റെ പൈപ്പ് എടുത്ത കുഴിയിൽ വണ്ടിയുടെ ടയർ പുകഞ്ഞ് അങ്ങനെ വിളിച്ച് ആൾക്കാർ കൂടിയാണ് അവരിറങ്ങി ഓടി 3 പേര്. ഇത് സ്ഥിരം, ഈ വണ്ടി സ്ഥിരം ഇവിടെ ബാത്റൂം മാലിന്യം അടിക്കുന്ന വണ്ടിയാണ്.